പ്രിയമുള്ളവരെ, വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. കർണാടക 423 കോടിയുടെ അധിക വൈദ്യുതി കഴിഞ്ഞ 2 മാസങ്ങളിൽ വിറ്റു എന്നാണ് അറിയുന്നത്. അതായത് 600 മെഗാവാട്ട് വരെ കർണാടക വിൽക്കുന്നു. കർണാടകയിലും കേരളത്തിലും കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. എന്നിട്ടും മന്ത്രിതല ഇടപെടൽ ഉണ്ടാകുന്നില്ലേ എന്നതാണ് ചോദ്യം. അധിക വൈദ്യുതിയുള്ള സംസ്ഥാനങ്ങളോട് ആരും സംസാരിക്കുന്നില്ലേ? മുൻകാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി സംസാരിച്ച് ധാരണ എത്തിയിരുന്നത് താൽക്കാലിക ആശ്വാസമായിരുന്നു. നിലവിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? കർണാടകയിൽ മാത്രമല്ല, ഹിമാചൽ പ്രദേശിലും ഛത്തീസ്ഗഡിലുമെല്ലാം അധിക വൈദ്യുതിയുണ്ട്. ഇടപെട്ടാൽ ഈ അധിക വൈദ്യുതിയും കിട്ടും. പക്ഷേ കാര്യമായ ശ്രമം ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, എന്തുകൊണ്ടാണ് ഈ മന്ത്രിതലത്തിലൊരു ചർച്ച ഈ സംസ്ഥാനങ്ങളുമായി നടന്നില്ല എന്ന് CPM ആരോപണം ഉന്നയിക്കുന്നത്? ഉദാഹരണത്തിന് കർണാടകയിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഏകദേശം 400-600 മെഗാവാട്ടിനടുത്ത് വൈദ്യുതി വിറ്റു. ഏകദേശം 453 കോടി രൂപ ആ ഇനത്തിൽ കിട്ടിയെന്ന് അവരുടെ മന്ത്രി തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിട്ട സമയത്ത് നമ്മുടെ സർക്കാർ കോൺഗ്രസ് ആണ്, കർണാടക സർക്കാർ കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് സംസാരിച്ച് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല? എന്താണ് സംഭവിക്കുന്നത് ടി വി പ്രസാദ്? അരുൺ, ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്, പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്തും ഇങ്ങനെ തുടർച്ചയായ കറണ്ട് കട്ട് വേണ്ടി വരുന്നത് എന്ന ചോദ്യമാണ് മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് ആ പുതിയ പ്രതിഭാസമുണ്ട്, അതുപോലെ തന്നെ മഴയുടെ കുറവുണ്ട്. അതൊക്കെ ഒരു കാരണം തന്നെയാണ്. പക്ഷേ അതിലുമുപരിയായി ഒരു വലിയ വീഴ്ച അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് എന്ന സംശയമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നത്. അതിൽ കുറേ കാര്യങ്ങളുമുണ്ട്. അതായത് അരുൺ, സാധാരണഗതിയിൽ ഈ രംഗത്ത് മാർക്കറ്റിലേക്ക് വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് വൈദ്യുതി അവിടെ എക്സസ് ആയിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരും അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് മന്ത്രിതലത്തിൽ രാഷ്ട്രീയ തലത്തിലുമൊക്കെ അവരുമായി സംസാരിക്കും. അതല്ലാതെ വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ പോയി സംസാരിച്ചാൽ കൊടുക്കുന്നതല്ല ഇത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കർണാടകയിൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 200 മെഗാവാട്ട് മുതൽ 600 മെഗാവാട്ട് വരെ വൈദ്യുതി അവർ മാർക്കറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റ് പല സ്ഥലങ്ങളിലും വിറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ അവിടെ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ അതിൽ നിന്ന് 2 പൈസ കൂട്ടി നമ്മൾ തരാം എന്ന ഒരു സംസാരം അതിനിടയിൽ രാഷ്ട്രീയ നേതൃത്വം നടത്തിയിരുന്നുവെങ്കിൽ അത് കേരളത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു കർണാടകയുടെ കാര്യം മാത്രമല്ല. കർണാടകയുടെ പറയാൻ കാരണം കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ കിട്ടാനുള്ള സാധ്യതയാണ് അവരിപ്പോഴും പൊതുമാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ ഹിമാചൽ പ്രദേശിലുണ്ട് അരുൺ, അതുപോലെ വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോഴും അധിക വൈദ്യുതിയുണ്ട്. 2013 മുതൽ തന്നെ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ അധികമുള്ള വൈദ്യുതി അത് അവിടെ സംസാരിച്ച് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. പക്ഷേ ഇതേതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ച് സംസാരിച്ചാൽ കിട്ടുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഈ രംഗത്തെ വിദഗ്ധരോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. മറിച്ച് ഒരു രാഷ്ട്രീയ ഇടപെടൽ, മന്ത്രിതലത്തിലുള്ള നിരന്തര സമ്മർദ്ദം, അതുപോലെ തന്നെ ഈ രംഗത്ത് വളരെ സജീവമായ ഇടപെടൽ, കേരളം വൈദ്യുതി അത്യാവശ്യമുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും എക്സസായി വൈദ്യുതിയുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങോട്ട് സമീപിക്കുന്ന സ്ഥിതി വരെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങൾ തന്നെയാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി കിട്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിനത് കഴിയുന്നില്ല അരുൺ? ഇനിയുള്ള സാഹചര്യം, ഇനി വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രതിസന്ധി രൂക്ഷമാവുകയാണ് സംസ്ഥാനത്ത്. ഓക്കെ, പവർ കമ്പനി ഓഫ് കർണാടക ലിമിറ്റഡ് എന്നൊക്കെയുള്ള സ്ഥാപനങ്ങളാണ്. അവിടെ റിന്യൂവബിൾ എനർജി വളരെ കൂടുതലാണ് കർണാടകയിൽ. അതുകൊണ്ട് മഴയെ മാത്രം ആശ്രയിച്ചല്ല കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. എന്നാൽ നേരിട്ട് മന്ത്രിയെടുത്ത് ചോദിച്ച് നമ്മുടെ ഉപ്പും പഞ്ചസാര ചോദിക്കുന്ന പോലെ നമുക്ക് കറണ്ട് ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കർണാടക വൈദ്യുതി വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ട്, സാർ അണ്ണൈ ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ലേ, അതുകൊണ്ട് കുറച്ച് കറണ്ട് വേണം എന്ന് നമ്മൾ ഈ പഞ്ചസാര ഉപ്പൊക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പറ്റൂല. അതിൻ്റെതായ ചില വഴികളുണ്ട്. പ്രധാനമായിട്ടും 5 വഴികളിലൂടെയാണ് സംസ്ഥാനം വൈദ്യുതി വാങ്ങുന്നത്. 1, കേന്ദ്ര നിലയങ്ങളിൽ നിന്ന് നമുക്ക് വൈദ്യുതി വാങ്ങാം. അതിന് കേന്ദ്ര നിലയവുമായിട്ട് നമ്മളൊരു കരാറിൽ ഒപ്പിട്ടാൽ മതി. അത് എങ്ങനെയൊക്കെ വാങ്ങാം? അത് ദീർഘകാല കരാറ് വാങ്ങാം, അത് ഹ്രസ്വകാല കരാറുമാവാം. ഡീപ് പോർട്ടലിൽ വഴി നമുക്ക് വാങ്ങാം.
പവർ എക്സ്ചേഞ്ചുകൾ വഴി വാങ്ങാം. ഈ പവർ എക്സ്ചേഞ്ചുകളിലാണ് സംസ്ഥാനങ്ങളൊക്കെ അവരുടെ സർപ്ലസ് വൈദ്യുതി കൊടുക്കുന്നത്. ഇപ്പം കർണാടകയിലാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ 200 മുതൽ 400, 500 മെഗാവാട്ട് വൈദ്യുതി അവർ പവർ എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബാറ്റർ സമ്പ്രദായത്തിൽ കിട്ടുമോ? നമ്മളങ്ങനെ ശ്രമിച്ചിരുന്നു പല സ്റ്റേറ്റുകളുമായിട്ടും. മറ്റു സംസ്ഥാനങ്ങളുമായുള്ള ബാങ്കിങ് കരാർ വഴി ഇത് സാധ്യമാക്കുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാ കരാറുകളും റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയോടുകൂടി മാത്രമേ പറ്റൂ എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുക ഡീപ് പോർട്ടൽ വഴിയോ ബാങ്കിങ് വഴിയുമാണ്. സംസ്ഥാനം ആ കരാറിലൊക്കെ പങ്കെടുക്കുക കൂടി വേണം. പക്ഷേ അതിനോടൊരു സാഹചര്യം ഒരുക്കാനുള്ള രാഷ്ട്രീയ നീക്കം കൂടി നടത്തണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നതും TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നതും.